ഇന്ന് ജനുവരി 30. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആത്മീയ ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്ന വള്ളാളർ എന്നറിയപ്പെടുന്ന രാമലിംഗസ്വാമികൾ അന്തർധാനം ചെയ്ത ദിനം. ആത്മീയതയോടൊപ്പം സാമൂഹ്യ സേവനം ജീവിതചര്യയാക്കിയ യോഗ്യവര്യനായിരുന്നു രാമലിംഗസ്വാമികൾ. 1823 ചിദംബരത്തിനടുത്തുള്ള മരുതൂർ ഗ്രാമത്തിൽ രാമയ്യ പിള്ളയുടെയും ചിന്നമ്മയാരുടെയും 5ാമത്തെ മകനായി ജനനം. കുട്ടിക്കാലം മദ്രാസിലായിരുന്നു. സ്കൂൾ പഠനത്തിന് പോകാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ധ്യാന നിരതനായി കഴിയാനായിരുന്നു രാമലിംഗത്തിന്റെ താൽപ്പര്യം. 9ാം വയസ്സിൽ ഭക്തിഗാനങ്ങളും ശ്ലോകങ്ങളും രചിച്ചു തുടങ്ങി. മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള ദേവമണിമാല ഏറെ പ്രസിദ്ധമായ കൃതിയാണ്. ആധ്യാത്മിക പ്രഭാഷണങ്ങളും പുരാണ പാരായണങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. സമുദായ സേവനമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മതം. മതം ഇരുട്ടിൽ തപ്പുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. വടലൂരിൽ സത്യജ്ഞാന സഭ തുടങ്ങിയ അദ്ദേഹം ഭൗതിക കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യവും നൽകി. ജാതി മതവർഗ ഭേദമന്യേ മനുഷ്യകുലത്തെ ഒന്നായി കണ്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു രാമലിംഗസ്വാമികൾ. ശുദ്ധ സന്മാർഗ സഭ സ്ഥാപിച്ചത് രാമലിംഗമാണ്. മതവൈരം പാടില്ല, എല്ലാ പേരും ഒരേ പിതാവിന്റെ മക്കൾ, പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കഴിയുക, ആഗോള സാഹോദര്യം തുടങ്ങിയവയായിരുന്നു രാമലിംഗസ്വാമികൾ ജനങ്ങൾക്ക് പകർന്ന ആദർശങ്ങൾ. 1865 മുടക്കമില്ലാതെ അന്നദാനം നടത്താൻ ധർമ്മശാല തുറന്നു. അവിടുത്തെ അടുപ്പിലെത്തി നാളിതുവരെ കെട്ടിട്ടില്ല. അന്നദാനം മഹാപുണ്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മതം. ഭാരത സർക്കാർ 2007 അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി 5 രൂപയുടെ സ്റ്റാമ്പും പുറത്തിറക്കി. ആരാധകരുടെയും ശിഷ്യരുടെയും മുൻപിൽ വച്ച് 1874 ജനുവരി 30 അദ്ദേഹം അന്തർധാനം ചെയ്തു.